വീഡിയോ ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റിംഗ് ലൈറ്റ് മേടിച്ചാൽ മതി കേട്ടോ. ഇത് ഡിജിടെക്കിൻ്റെ ഓൾറെഡി നല്ല അടിപൊളി വലിയ മോഡൽ മേടിക്കണം കേട്ടോ. ഇത്ര വലിയ ബോക്സാണ് വരിക. അപ്പോൾ ഇതിൽ എന്തൊക്കെ സെറ്റിങ്സുകളാണ് ഉള്ളത്, നമുക്ക് എങ്ങനെയാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ഇത് ഓൾറെഡി LED റിംഗ് ലൈറ്റ് എന്ന് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിജിടെക്കിൻ്റെ കമ്പനി മേടിക്കണം കേട്ടോ. നിങ്ങൾ എപ്പോഴും മേടിക്കുമ്പോൾ കമ്പനി മേടിക്കണം. നമ്മൾ ലോക്കൽ കമ്പനിയെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം മേടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി വില നോക്കാണ്ട് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. വെറും 1200 ഉള്ളൂ കേട്ടോ. 1200. അപ്പോൾ ലൈറ്റ് വരുന്നത് ഇതാട്ടോ. ലൈറ്റ് വരുന്നത് ഇതാണ്. നല്ല അടിപൊളി വലിപ്പമുള്ള ലൈറ്റാണ്. ഓൾറെഡി ഇതിൻ്റെ സ്റ്റാൻഡ് അടക്കമുണ്ട്. സ്റ്റാൻഡ് അടക്കമാണ് നിങ്ങൾക്ക് 1200 കിട്ടുന്നത്. ഇതാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ബോക്സാണ് വരുന്നത്. ചെറിയ ബോക്സിൽ നല്ല അടിപൊളി സ്റ്റാൻഡ് ആട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇത് ഓൾറെഡി ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ഹൈറ്റും വെയിറ്റുള്ള കറക്റ്റായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് ഓൾറെഡി ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ല അടിപൊളി ഒരു ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊക്കാം, ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് പൊക്കാം. ഓക്കെ, ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വരുന്നുണ്ട്. ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ നൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ആവശ്യമില്ല. ഇത് ഓൾറെഡി ഇതിൻ്റെ ഹൈറ്റിൽ റിംഗ് ലൈറ്റും കൂടി വരുമല്ലോ. റിംഗ് ലൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ റിംഗ് ലൈറ്റ് ഇതേപോലെ ഒരു വോൾസ് കിട്ടും ഇതിൽ. ഓക്കെ, ഒരു വയർ ഉണ്ടാവും. നമുക്കിത് ലൈറ്റ് കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. ചാർജർ പോയിൻ്റാണ് ഇങ്ങനെയാണ് വരിക. ചാർജ് പോയിൻ്റേക്ക് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇതിൽ വെക്കാം. ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഫിറ്റ് ആയിക്കോളും. നമുക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത് ആ ഹൈറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെയാണ് വെക്കുന്നുള്ളത്. ഇതെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അത് ടൈറ്റ് ആയിട്ട് വെക്കുക. എവിടെയാണോ നമുക്ക് പോർഷൻ വേണ്ടത് ആ പോർഷനിൽ ടൈറ്റ് ആക്കി വെക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതിൻ്റെ പവർ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. നല്ല അടിപൊളി പവറാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടുന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഇത് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ തന്നെ ജസ്റ്റ് മോഡ് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഇത് മൊബൈൽ വ്യൂ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊബൈൽ ഇങ്ങനെ വെക്കുക. മൊബൈൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ടത് ആ വീഡിയോ രൂപത്തിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും കേട്ടോ. നമുക്ക് എത്ര വെയിറ്റുള്ള മൊബൈൽ വേണമെങ്കിൽ ഇതിൽ വെക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ മാത്രമല്ല ലൈറ്റ് ക്വാളിറ്റി അങ്ങനെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് വശം. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഫുള്ള് ലൈറ്റ് ഓഫാണ്, ബാക്കിയെല്ലാം ലൈറ്റ് ഓഫാണ്. ഈ ഒറ്റ ലൈറ്റാണ് ഉള്ളത്. ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ക്ലാരിറ്റിയിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ലൈറ്റ് മൊത്തത്തിൽ മാറി വേറൊരു രൂപത്തിലായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ വേണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേറൊരു